ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ EMS ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ കെട്ടിട ഉദ്ഘാടനം 22-ന് നടക്കും. ഇതോടനുബന്ധിച്ച് വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MLA അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ EMS ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ചയാണ് ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് ദീപശിഖ ജാഥ, സെമിനാർ, മെഡിക്കൽ ക്യാമ്പ്, കവിയരങ്ങ്, പ്രതിഭകളെ ആദരിക്കൽ, ഘോഷയാത്ര, നാടൻപാട്ട്, മിമിക്രി, ഗാനമേള തുടങ്ങിയവ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് നടന്ന വനിതാ സെമിനാർ മുൻ MLA അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ പത്രം വായിച്ചാൽ എന്താ കാണുന്നത്? ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലെ ഒരു ലേഡി ഡോക്ടർ എത്ര സങ്കടകരമാണെന്ന് ആലോചിച്ച് നോക്കി. ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു. അതിന് സമരം നടക്കുകയാണ്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് 2014-13 അതിന്റെ ഓർമ്മ, ഡൽഹിയിലെ ബസ്സിൽ സഞ്ചരിച്ച ഒരു കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു കഴിഞ്ഞപ്പോ അന്ന് ഭയങ്കര പ്രശ്നം. ലോകരാജ്യങ്ങളിൽ വരെ ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അന്ന് ഒരു വർമ്മ കമ്മീഷൻ വെച്ചു. ഞങ്ങൾ ലോയേഴ്സ് യൂണിയനൊക്കെ അതിന് പ്രപ്പോസൽ കൊടുത്തിരുന്നു എന്ത് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഫലമായിട്ട് ഈ ശിക്ഷാ നിയമത്തിലും മറ്റുള്ളതിനകത്തെല്ലാം അടുത്ത ശിക്ഷകൾ ചേർത്ത് വെച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. വനിതാവേദി സെക്രട്ടറി ആതിരാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി C ലത സ്വാഗതം പറഞ്ഞു. പ്രഭാഷക സോഫിയ മെഹർ വിഷയാവതരണം നടത്തി. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ശ്രീജ, ശാസ്താംകോട്ട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P പുഷ്പകുമാരി, വാർഡംഗങ്ങളായ സജിത, മായ വേണുഗോപാൽ, വനിതാവേദി പ്രസിഡന്റ് സാജിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.